തമ്പാൻ മീനിൻ്റെ കട്ടിങ് ഇട്ട് കഴിഞ്ഞാൽ അവർ പറയും പാതിപ്പരവയാണെന്ന്, പാതിപ്പരവ കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയും തമ്പാനാണെന്ന്. അപ്പോൾ നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ, ആദ്യം കാണിച്ച പാതിപ്പരവ മീനിനെ കട്ട് ചെയ്യുന്ന ആ ഒരു കാഴ്ച കാണിച്ചു കൊടുത്തപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്തത് ദാ ഈ കാണുന്ന മീനിൻ്റെ പേരാണ്. ഇതാണ് യഥാർത്ഥത്തിൽ തമ്പാൻ, മളുവൻ എന്നൊക്കെ പറയുന്ന മീൻ. ആദ്യം നമ്മൾ കണ്ടത് നമ്മുടെ ഇവിടെ കണ്ണംപോള, കണ്ണംകടന്ത, പാതിപ്പരവ എന്നൊക്കെ പറയുന്ന മീനാണ്. രണ്ട് മീനുകളും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ നേരത്തെ കണ്ട മീനെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടപ്പുറത്തുകാർ ചെയ്യുന്നത് അത് അവിക്കാനും അതുപോലെ പുള്ളിമുളകൊക്കെ വയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മുടെ തമ്പാൻ മീൻ അങ്ങനെയല്ല. തമ്പാൻ മീൻ നിങ്ങൾ എങ്ങനെ ചെയ്ത് കഴിച്ചാലും അടിപൊളി ടേസ്റ്റുള്ള മീനാണ്. പക്ഷെ നമ്മൾ ആദ്യം കാണിച്ചെന്ന ആ പാതിപ്പരവ മീനെ ഒരുപാട് ആൾക്കാരൊക്കെ വെളിയിൽ നിന്ന് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പ്രധാനമായിട്ടും ഇതിനെ ഫ്രൈ ചെയ്യാൻ തന്നെയാണ് നോക്കും കേട്ടോ. ആദ്യം നമ്മൾ കാണിച്ച മീനാണ്, അതായത് പാതിപ്പരവ എന്ന് പറയുന്ന മീൻ. അപ്പോൾ ആ മീൻ നിങ്ങൾ ഫ്രൈ ചെയ്ത് കഴിച്ചാൽ അടിപൊളി തന്നെയാണ്. പക്ഷേ നമ്മുടെ കടപ്പുറത്താർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് പൂവും കുടലെടുത്ത് മാറ്റിക്കഴിഞ്ഞാലേ അതുപോലെ തന്നെ വെച്ച് ഒന്നിൽ മഞ്ഞ ഒഴിച്ച് അവിച്ച് കഴിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പുളിമുളക് വെച്ച് കഴിക്കും കേട്ടോ. പക്ഷേ തമ്പാൻ മീൻ അങ്ങനെയല്ല, നമ്മുടെ കൂട്ടുകാർക്ക് അറിയാം. പക്ഷേ ഇതിൻ്റെ കളറ് ഏകദേശം ചുവപ്പ് കളറായതുകൊണ്ടായിരിക്കാം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ മാറിപ്പോകുന്നത്. പക്ഷേ ഈ തമ്പാൻ മീനെന്ന് പറയുന്നത് നമ്മുടെ വെളിയിൽ നിന്ന് വരുന്ന ഒരുപാട് കൂട്ടുകാർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് റെഡ് സ്നാപ്പർ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ റെഡ് സ്നാപ്പർ ഒന്നുമല്ല കേട്ടോ. ആ റെഡ് സ്നാപ്പർ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനെ നമ്മുടെ കടപ്പുറങ്ങളിൽ പറയുന്നത് പൂട്ടള എന്നാണ് പറയുന്നത് കേട്ടോ. പൂട്ടള മീൻ എന്നാണ് പറയുന്നത്. ആ പൂട്ടള മീൻ നമ്മുടെ കയ്യിൽ ഇനിയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പക്ഷേ അറിയാത്ത കൂട്ടുകാരൊക്കെ പറയും ചെങ്കലവ, അതുപോലെ റെഡ് സ്നാപ്പർ എന്നൊക്കെയാണ് ഈ മീനിനെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ മീനിൻ്റെ പേരെന്ന് പറഞ്ഞാൽ തമ്പാൻ, മളുവൻ, അല്ലാന്നുണ്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെഡ് ഗ്രൂപ്പർ എന്ന് പറയാം. അതായത് കലവ വർഗ്ഗത്തിലുള്ളത് തന്നെയാണ്. കലവകളിൽ ഒരുപാട് വെറൈറ്റികളുള്ള കാര്യം നമ്മുടെ കൂട്ടുകാർ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇത് ചുവപ്പ് കലവ എന്ന് പറയും കേട്ടോ. ചെങ്കലവ എന്നൊക്കെ പറയുന്ന മീൻ ഇതല്ല കേട്ടോ. ചെങ്കലവ എന്നുള്ളൊരു മീൻ ഉണ്ടോ ഇല്ലയോ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് അതുപോലെയുള്ള ഒരു പേര് പറഞ്ഞിട്ട് ഞാൻ ഇതുവരേക്കും കേട്ടിട്ടില്ല. അപ്പോൾ ചെങ്കലവയും അതുപോലെ റെഡ് സ്നാപ്പറൊന്നും ഇതല്ല. അതെൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ വേറെ വേറെയാണ്. അപ്പോൾ നമ്മുടെ തമ്പാൻ മീൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരാൾ 700 രൂപ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്ന തമ്പാൻ മീനാണ് നമ്മുടെ ചേച്ചി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഏപ്രിൽ 4-ാം തീയതി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് 1-2 വള്ളക്കാർക്ക് കുറച്ച് മീനുകളുണ്ടായിരുന്നു, മട്ടുപ്പണിക്ക് പോയിട്ട് വന്ന വള്ളക്കാർക്ക്. അപ്പോൾ അതൊന്നും ഒരു മീൻ വാങ്ങിച്ച് നമ്മുടെ ഒരു ചേട്ടൻ കട്ട് ചെയ്യാൻ കൊടുത്ത കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ കാണുന്നത്. ഇനി നിങ്ങൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരുന്ന ടൈമിന് നിങ്ങൾ ഇതുപോലെ ഈ തമ്പാൻ മീനിൻ്റെ വ്യത്യാസവും അതുപോലെ ആദ്യം കണ്ട കണ്ണംപോളയുടെ വ്യത്യാസവും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തമ്പാൻ മീനിൻ്റെ വിലയായിരിക്കത്തില്ല കണ്ണം മീനിന് കൊടുക്കേണ്ടത്. കണ്ണം മീനിൻ്റെ വിലയ്ക്ക് നമുക്ക് തമ്പാൻ മീനും കിട്ടത്തില്ല കേട്ടോ. ഈ ഒരു ഡീറ്റെയിൽ കൂടെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ഈ തമ്പാൻ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ മസാല വറുത്ത് കറി വെച്ച് നോക്കണം. മസാല വറുത്ത് കറി വെച്ച് കഴിഞ്ഞാൽ തമ്പാൻ മീനിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ തമ്പാൻ മീനിനെ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയം മുള്ളോട് ചേർത്ത് വെച്ചൊന്നും കട്ട് ചെയ്യില്ലേ. കാരണം ഈ മുള്ളിലും ചെറിയ തോതിലുള്ള നെയ്യുണ്ട്. ജസ്റ്റ് ആ മുള്ളിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം നിങ്ങൾ കട്ട് ചെയ്ത് കളയുക. ഓക്കെ.